future energy of wheels. Hi friends, എല്ലാവർക്കും വിപ്രോണിക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നേ വന്നിരിക്കുന്നത് ഒരു സാധാ സൈക്കിളിനെ ഇലക്ട്രിക് സൈക്കിളിലോട്ട് കൺവേർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കൺവേർഷൻ കിറ്റ് പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ കിറ്റ് എടുക്കാനുള്ള കാരണം എൻ്റെ ഒരു ചേട്ടൻ വന്നിരുന്നു, പുള്ളിയുടെ സൈക്കിൾ ഒന്ന് ഇലക്ട്രിക്കിലോട്ട് കൺവേർട്ട് ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിക്ക് ബഡ്ജറ്റ് ഏറ്റവും ലോ ബഡ്ജറ്റിൽ ചെയ്താൽ മതി, എന്നാൽ ഇച്ചിരി ക്വാളിറ്റി വേണം എന്നൊക്കെ പുള്ളിയുടെ റെക്കമെൻഡ് ആയിരുന്നു. അപ്പോൾ നമ്മൾ മാക്സിമം സെർച്ച് ചെയ്ത് നോക്കിയിട്ട് നല്ലൊരു കിറ്റ് നോക്കി പുള്ളിക്ക് വേണ്ടിയിട്ട് സെലക്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പുള്ളിയുടെ സൈക്കിളിൻ്റെ ഫോട്ടോ ഞാൻ ജസ്റ്റ് ഇതിലൊന്ന് കാണിച്ചിരിക്കാം. അപ്പോൾ ആ സൈക്കിളിനെയാണ് നമ്മൾ ഇലക്ട്രിക് സൈക്കിളായിട്ട് കൺവേർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പം ഇത് ആ കൺവേർട്ട് ചെയ്യുന്നതിനുള്ള കിറ്റാണ്. അപ്പം നമുക്ക് എന്തായാലും ബോക്സ് പൊട്ടിച്ചിട്ട് ഇതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് ഉള്ളതെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ കൺവേർഷൻ കിറ്റ്. ഇതാണ് കമ്പനിയുടെ പേര്. ഈ കമ്പനിയുടെ ടെർബോ എന്ന് പറയുന്ന മോഡൽ കൺവേർഷൻ കിറ്റാണ് നമ്മൾ ഇത് എടുത്തിരിക്കുന്നത്. ഈ കൺവേർഷൻ കിറ്റിൻ്റെത് 36 വോൾട്സ് 250 വാട്ട്സിന്റെ കൺവേർഷൻ കിറ്റാണ് നമ്മൾ ഇത് എടുത്തിരിക്കുന്നത്. ഇവരെ തന്നെ 36 വാട്ട്സിന്റെ 350 വാട്ട്സിന്റെ കൺവേർഷൻ കിറ്റുകൾ വരുന്നുണ്ട്. അതേപോലെ തന്നെ 24ന്റെ കിറ്റുകൾ വരുന്നുണ്ട്. ഇപ്പം ഞാൻ പുള്ളിയെടുത്ത് പറഞ്ഞപ്പം പുള്ളിക്ക് വെയിറ്റ് ഒക്കെ വെച്ച് വലിക്കുന്ന രീതിയിലുള്ള കൺവേർഷൻ കിറ്റ് വേണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് 36 വാട്ട്സിലോട്ട് വന്നത്. അതേപോലെ തന്നെ 350 വാട്ട്സിലോട്ട് കടന്നാലെന്ന് പറഞ്ഞാൽ റേറ്റിൽ ഇച്ചിരി കൂടെ വേരിയേഷൻ വരും. 14,000 രൂപ അടുപ്പിച്ച് എങ്ങനെയായാലും ഏറ്റവും കുറഞ്ഞൊരു വേരിയേഷൻ വരുന്നുണ്ട്. അപ്പം പുള്ളിക്ക് ബഡ്ജറ്റ് അത്ര ഇല്ലാത്തതിൻ്റെ പേരിലാണ് നമ്മൾ 250 വാട്ട്സിലോട്ട് സെലക്ട് ചെയ്തത്. അപ്പം നമുക്ക് എന്തായാലും ബോക്സ് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ബോക്സിലുള്ള സാധനങ്ങളെല്ലാം ഞാനത് വെളിയിൽ വെച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. I feel like the pain in the past, it needs to stay in the past. You gotta take off the cast. I wanna feel like I'm a new person. I wanna have clear vision and purpose. And I feel like the pain should last if you can move on and pass. ഈ കാണുന്ന ഇത്ര ഐറ്റമാണ് ഈ ബോക്സിൽ വരുന്നത്. ഇത് ഓരോന്നായിട്ട് നമുക്ക് പൊട്ടിച്ച് നോക്കാം. I've done it before and man I'm not perfect. I'm changing who I am. I'm making a new plan. Rearranging my life and I won't look back ever again. You can't stop what's moving. You can't stop what's moving. I'm changing my life and അപ്പോൾ ഫ്രണ്ട്സ്, ഇത്ര ഐറ്റങ്ങളാണ് നമ്മുടെ ഇലക്ട്രിക് സൈക്കിൾ കൺവേർഷൻ കിറ്റിൻ്റെ അകത്ത് വരുന്നത്. അപ്പോൾ ഇത് ഓരോന്ന് എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതിൽ മെയിനായിട്ടുള്ള നമ്മുടെ പാർട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ മോട്ടറാണ്. അപ്പം ഈ മോട്ടർ എന്ന് പറഞ്ഞാൽ ഡിസ്ക് ബ്രേക്ക് വരുന്നതാണ്. ഇതാണ്ട് ഇവിടെ ഈ സൈഡിൽ കാണാം, ഇവിടെ ഒരു സ്റ്റിക്കർ അടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ഡിസ്ക് സ്ക്രൂ ചെയ്ത് വെക്കാനുള്ള ഹോളുണ്ട്. ഈ സൈഡിലാണ് നമുക്ക് ഡിസ്ക് സെറ്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഈ സൈഡിൽ ത്രെഡ് വന്നിട്ടുണ്ട്. ഇതിന് ഇവിടെ ഈ സൈഡിൽ നമുക്ക് ഗിയർ സിസ്റ്റം നമുക്ക് വെക്കാൻ പറ്റും. 7 ടീത്ത് വരെ, അതായത് 7 ഗിയർ സിസ്റ്റം ഉള്ള ഗിയർ ഇതിൽ അഡാപ്റ്റ് ചെയ്യാൻ പറ്റും. അതിന് മേളിലുള്ളതാണെങ്കിൽ നമുക്ക് ഇതിൽ സെറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഈ സൈഡിലാണ് ഗിയർ സെറ്റ് ചെയ്യുന്നത്. ഇത് മോട്ടറിൻ്റെ അകത്ത് അതിൻ്റെ കമ്പനിയുടെ ലോഗോയും അതണക്ക് തന്നെ എത്ര വോൾട്സ് ആണ് എത്ര വാൾസ് ആണ് അതിൻ്റെ സീരിയൽ നമ്പറും കാര്യങ്ങളെല്ലാം ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ പിന്നെ അതിന്റെ മെയിൻ പാർട്ട് എന്ന് പറയുന്നത് ഇതിന്റെ കൺട്രോളറാണ്. ഇതാണ് കൺട്രോളർ. സാധനം ഇച്ചിരി ഉള്ളെങ്കിലും ഇതിന്റെ മോട്ടറിന്റെ എല്ലാ ഫുൾ ഫംഗ്ഷൻ ഇതിൽ ത്രൂടാണ് പോകുന്നത്. അതിൻ്റെ അകത്ത് അതിന്റെ നെയിം പ്ലേറ്റ് ഉണ്ട്. അതിന്റെ സ്പെസിഫിക്കേഷൻ കാര്യങ്ങളെല്ലാം ഇതിൽ തന്നെ എഴുതിയിട്ടുണ്ട്. എത്ര വോൾട്സ് ആണ് എത്ര വാൾസ് ആണ് അതിന്റെ ഔട്ട്പുട്ട് എത്ര ആണ് എന്നുള്ള കാര്യങ്ങളെല്ലാം ഇതിൽ എഴുതിയിട്ടുണ്ട്. അതിനൊക്കെ തന്നെ ലീഡുകളെല്ലാം ലേബൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ലീഡ് മാറിപ്പോകുന്നുള്ള വിഷയം വേണ്ട. ചില കിറ്റുകളിൽ ഈ ലീഡുകളൊന്നും എഴുതാത്തതാണ് നമുക്ക് വയറിന്റെ കറക്റ്റ് കളർ കോഡിംഗ് ഒന്നും കറക്റ്റ് ഒന്നും ആയിരിക്കില്ല. നമ്മളെടുത്ത് തിരിച്ചു മറിച്ചൊക്കെ കൊടുത്ത് ഷോർട്ട് ആവുകയൊക്കെ ചെയ്യും. മിക്കവാറും ഈ കൺവേർഷൻ കിറ്റ് എടുക്കുന്നവർക്ക് കിട്ടുന്ന ഒരു പണിയാണ്. കാരണം ഇതിന്റെ കളർ കോഡിംഗ് ഒന്നും യൂണിവേഴ്സൽ ആയിട്ട് വരുന്നതല്ല. പല കമ്പനിക്കാരും പല രീതിയിലുള്ള കളർ കോഡിംഗ് ചെയ്യുന്നത്. അപ്പം അതിൽ ലേബലും കൂടെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എവിടേക്ക് കണക്ട് ചെയ്യണമെന്ന് അറിയണം. ചിലപ്പോൾ നമ്മൾ വേറൊരു കിറ്റിന്റെ കളർ കോഡിംഗ് നോക്കിയിട്ട് ഇത് കണക്ട് ചെയ്യാൻ ചിലപ്പോൾ ഇതിൽ വ്യത്യാസമായിരിക്കും. സാധനം ഷോർട്ട് ആവുകയും കംപ്ലൈന്റ് ആയി പോവുകയൊക്കെ ചെയ്യും. അപ്പോൾ ഇതാണ് അതിന്റെ കൺട്രോളർ. പിന്നീട് ഇതിൽ വരുന്നത് പറഞ്ഞാൽ ഇതിന്റെ ഇഗ്നിഷൻ കീയും അതായത് ഡിസ്പ്ലേ യൂണിറ്റും ത്രോട്ടിലും കൂടെ ഒറ്റ സെറ്റായിട്ടാണ് വരുന്നത്. ഇത് അതിന്റെ ലെഫ്റ്റ് സൈഡിലെ ക്ലിപ്പ്, ഇത് റൈറ്റ് സൈഡിൽ വരുന്നത്. ഇതിനകത്ത് ബാറ്ററിയുടെ ലെവൽ ഇൻഡിക്കേഷനും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഇതിൽ കാണിക്കും. ഇഗ്നിഷൻ കീയുടെ ഇതിൽ തന്നെ വരുന്നത്. ഇഗ്നിഷൻ കീയുടെ നമുക്ക് ഇതിലും കൊടുക്കാം. അല്ലാതെ ബാറ്ററി ബോക്സിന്റെ അകത്ത് ഒരു കീ വരുന്ന രീതിയിലുള്ളതുണ്ട്. അല്ലെങ്കിൽ കീലെസ് ആയിട്ടുള്ള ബാറ്ററി ബോക്സ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഈ ഒരൊറ്റ കീയിൽ തന്നെ ഇതെല്ലാം കൺട്രോൾ ആവും. പിന്നീട് വരുന്നതെന്ന് പറഞ്ഞാൽ ഇതിന് ചെറിയൊരു ഹെഡ്ലൈറ്റ് വരുന്നുണ്ട്. അതിൻ്റെ അകത്ത് തന്നെയാണ് അതിന്റെ സൗണ്ട് സിസ്റ്റം അല്ല, അത് ഹോൺ അടിക്കുന്നതിൻ്റെ ഉള്ള സിസ്റ്റം കാര്യങ്ങളെല്ലാം ഇതിൽ തന്നെ വരുന്നത്. ഇതതിന്റെ സ്വിച്ചാണ്, നമ്മുടെ ലൈറ്റ് ഓണും ഓഫും ചെയ്യുന്നതിനുള്ള സ്വിച്ച്. അതുപോലെ ഹോണിന്റെ സ്വിച്ച്. അതേപോലെ തന്നെ പെഡൽ അസിസ്റ്റന്റ് വരുന്നുണ്ട് ഇതിന്. ഇത് പെഡൽ അസിസ്റ്റന്റ് സെൻസറാണ്. നമ്മൾ പെഡലിന്റെ അവിടെ ആയിട്ട് സെറ്റ് ചെയ്യുന്നതാണ്. ഇത് ഈ കാണുന്ന റൗണ്ട് മാഗ്നറ്റ് ആണ്. അത് ഇതാണ് സെൻസ് ചെയ്യുന്നത്.
അതേപോലെ തന്നെ ഇതിൻ്റെ അകത്ത് നമ്മുടെ ബ്രേക്ക് ലിവറുകൾ വരുന്നുണ്ട്. ബ്രേക്ക് ലിവറിൽ അതിന്റെ മോട്ടറിന്റെ കട്ട് ഓഫ് സ്വിച്ച് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇനി സെപ്പറേറ്റ് വരുന്നത്. അല്ലെങ്കിൽ നമുക്ക് നിലവിലുള്ള സൈക്കിളിലുള്ള ബ്രേക്ക് ലിവർ തന്നെ യൂസ് ചെയ്താൽ മതി. ഇത് നമ്മൾ ഇലക്ട്രിക് മോട്ടർ ആയതുകൊണ്ട് ബ്രേക്ക് പിടിക്കാൻ ഫസ്റ്റ് മോട്ടറിലോട്ടുള്ള സപ്ലൈ കട്ടാവണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതിൻ്റെ അകത്ത് സെൻസർ സ്വിച്ച് വരുന്ന രീതിയിലുള്ള ബ്രേക്ക് ലിവറുകൾ യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഈ മോട്ടറിലും നമുക്ക് വീൽ റിമുമായിട്ട് സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കമ്പിയാണ് ഈ കാണുന്നത്. അതിന്റെ ഫിറ്റിംഗ്സ് ആണ് ഇത്. നമുക്ക് ഈ മോട്ടറിൻ്റെ അകത്ത് സെറ്റ് ചെയ്യാനുള്ളതാണ്. പിന്നെ അതേപോലെ തന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ ഇതൊരു ബോക്സ് ആണ്. ഈ ബോക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കൺട്രോളർ നമ്മൾ കണക്ഷനെല്ലാം കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഇതിന്റെ അകത്ത് വെച്ചിട്ടാണ് വാട്ടർ പ്രൂഫായിട്ട് സെറ്റ് ചെയ്യുന്നത്. ഇത് നമുക്ക് സൈക്കിളിന്റെ ഫ്രെയിമിൽ നമുക്ക് സ്ക്രൂ ചെയ്ത് വെക്കാം. അതിനുള്ള ക്ലാമ്പും സ്ക്രൂകളൊക്കെയാണ്. ഇത് ഡിസ്ക് ബ്രേക്കിന്റെ സ്ക്രൂ ആണ്. ഇത് ബോക്സ് ടൈറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സ്ക്രൂ. ഇതിന്റെ ക്ലാമ്പൊക്കെയാണ്. ഇത് അതിനെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഇതിന്റെ അകത്തോട്ടാണ് നമ്മുടെ ഈ കൺട്രോളർ ഇറക്കി വെക്കുന്നത്. അപ്പോൾ വയറൊക്കെ വെളിയിൽ വരുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു കട്ടിങ് ഉണ്ട്. ഈ വയറുകളെല്ലാം വെളിയിൽ വന്നതിന് ശേഷം കൺട്രോളർ ഇതിന്റെ അകത്ത് വെച്ചിട്ട് നമുക്ക് വാട്ടർ പ്രൂഫായിട്ട് സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ബോക്സ് ആണ് വരുന്നത്. അപ്പൊ ഇത് ഇത്രയാണ് നമ്മുടെ സൈക്കിൾ കൺവേർഷൻ കിറ്റിന്റെ അകത്ത് വരുന്നത്. ഇതിന്റെ പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10,500 രൂപയാണ് കൊറിയർ അടക്കം ആയിട്ടുള്ളത് ഫുൾ സെറ്റിന് വേണ്ടിയിട്ട്. അത് നമുക്ക് ഈ പറഞ്ഞ കണക്ക് 350 വാട്ട്സിന്റെ ആണെങ്കിൽ റേറ്റിൽ വേരിയേഷൻ വരും. അത് കണക്ക് തന്നെ ഇതിനേക്കാളും പവർ കുറഞ്ഞതുണ്ട്. 24 വോൾട്ടിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇത് 36 വോൾട്സിന്റെ 24 വോൾട്സിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് അതാകുമ്പോൾ വീണ്ടും റേറ്റ് കുറയും. ഇതിപ്പോ അത്യാവശ്യം ഒരു മീഡിയം പവറും അത്യാവശ്യം ഒരു മീഡിയം ക്വാളിറ്റി ഉള്ള ഐറ്റം ആണ്. വെറും ഒന്ന് ലോക്കൽ ഐറ്റം അല്ല, ഇച്ചിരി ഒരു ക്വാളിറ്റിയും ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനമാണ്. ഇത് ഇന്ത്യൻ മെയ്ഡ് ആണ്. GK ബ്രാൻഡിന്റെ ആണ് ഈ കാണുന്ന കൺവേർഷൻ കിറ്റ്. അപ്പൊ ഇത് ഫുൾ കിറ്റായിട്ട് വരുമ്പോഴത്തേക്കും ഈ പറഞ്ഞത് 1,500 ആണ് കൊറിയർ ചാർജ് ഉൾപ്പെടെ നമുക്ക് നിലവിലായിട്ടുള്ളത്. അപ്പൊ ഇതെങ്ങനെയാണ് അസംബിൾ ചെയ്യുന്നതെന്നുള്ളതിന്റെ ഒരു വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് സെറ്റ് ചെയ്യാനുള്ള പുള്ളിക്കാരൻ സൈക്കിൾ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പുള്ളി സൈക്കിൾ കൊണ്ടുവന്നിട്ട് അത് ഈ സൈക്കിളിലോട്ട് സെറ്റ് ചെയ്യുന്ന എങ്ങനെയാണെന്നുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇനി തുടർന്നുള്ള വീഡിയോകൾ കാണുന്നുണ്ടെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ബെല്ലൈക്കണം കൂടെ എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇനി പുതിയ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയും ചെയ്യും. മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക.